ചാണകത്തെയും ഗോമൂത്രത്തെയും കളിയാക്കുന്ന ഒരു ജനത. അതാണ് നമ്മുടെ ശാപം. മുകേഷ്, ഉർവശി, ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി MA നിഷാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് അയ്യർ ഇൻ അറേബ്യ. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മതം, വിശ്വാസം, കുടുംബം, പ്രണയം എന്നിവയൊക്കെ പറയുന്ന ഒരു ആക്ഷേപഹാസ്യ ചിത്രമായാണ് അയ്യർ ഇൻ അറേബ്യ MA നിഷാദ് ഒരുക്കിയിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളെയൊക്കെ പരാമർശിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന വിശ്വാസങ്ങൾ നേരെയാണ് ചിത്രം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണവും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സംവിധായകനായ MA നിഷാദിന്റെയും പ്രധാന കഥാപാത്രമായ മുകേഷിന്റെയും ഒക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് കമന്റുകളുടെ രൂപത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ സിനിമയ്ക്കെതിരെയുള്ള ബോധപൂർവമായ നെഗറ്റീവ് ക്യാമ്പയിനും ഉണ്ടാകുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ പ്രവർത്തകരടക്കം ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടും എത്തിയിട്ടുണ്ട്. മന്ത്രി VN വാസവനും KT ജലീലും അടക്കമുള്ളവർ സിനിമ കണ്ട അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു. അതേസമയം മതരാഷ്ട്രീയം പിടിമുറുക്കിയിരിക്കുന്ന ഇന്നിന്റെ കാലത്ത് നമ്മൾ ഭയത്തോടെ കാണുന്ന ചില കാഴ്ചകളെ വിമർശിക്കുകയാണ് അയ്യർ ഇൻ അറേബ്യ ചെയ്യുന്നത്. മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ മണൽക്കൂനയിലേക്ക് യുക്തിരഹിതമായി തലപൂഴ്ത്തി നിൽക്കുന്ന ഒട്ടക പക്ഷികളെയാണ് അയ്യർ ഇൻ അറേബ്യ പരിഹസിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ശ്രീനിവാസ് അയ്യറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഭാര്യ ഝാൻസി റാണിയും മകൻ രാഹുലും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമാണ് ശ്രീനിവാസ് അയ്യരുടേത്. ഉർവശി അവതരിപ്പിക്കുന്ന ഭാര്യ കഥാപാത്രം ഒരു ഹിസ്റ്ററി ടീച്ചറാണ്. ഒരു കേശവൻ മാമനായി മാറുന്ന ശ്രീനിവാസ് അയ്യർ ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മകനെ തടയുന്നുണ്ടെങ്കിലും ഒടുവിൽ മകനും ഭാര്യയ്ക്കുമൊപ്പം അയ്യരും ദുബായിലെത്തുന്നതോടെയാണ് കഥ തുടങ്ങുന്നത്. തുടർന്ന് അയ്യർ നേരിടുന്ന അസ്വസ്ഥതകൾ നർമ്മം കലർത്തി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതൊരച്ഛനെയും പോലെ തന്നെ മകന്റെ പ്രണയവും വിവാഹവുമാണ് അയ്യറിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം. തന്റെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും മകനിൽ അടിച്ചേൽപ്പിക്കുന്ന അയ്യർ പലപ്പോഴും മകന്റെ സ്വപ്നങ്ങൾക്ക് അതിര് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമാണ് മകനായ രാഹുൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഹാസ്യരംഗങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥരായ മുകേഷും ഉർവശിയും പക്വതയോടെ തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനും ദുർഗാകൃഷ്ണയും ഷൈൻ ടോം ചാക്കോയും അസാമാന്യ പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. എന്തായാലും അയ്യർ ഇൻ അറേബ്യ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ സ്വയം വിലയിരുത്തലിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് സംവിധായകൻ ആക്ഷേപഹാസ്യമായ ചിത്രം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന തെറ്റുകളോട് പ്രതികരിക്കാൻ സിനിമയോളം നല്ലൊരു മാധ്യമമില്ല. അത് സംവിധായകൻ MA നിഷാദ് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ചിരിയിലൂടെ ചിന്തിപ്പിക്കാൻ വക നൽകുന്ന ഒട്ടനവധി രംഗങ്ങളിലൂടെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കെട്ടുറപ്പുള്ള തിരക്കഥയാണ് ചിത്രത്തിന് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. വെൽത്തെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രവാസി ബിസിനസ്മാൻ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് സംവിധായകൻ MA നിഷാദ് തന്നെയാണ്. ചിത്രത്തിലെ ഗാനങ്ങളാണ് മറ്റൊരു സവിശേഷത. BK ഹരിനാരായണൻ, പ്രഭാവർമ്മ, റഫീഖ് അഹമ്മദ്, മനു മഞ്ജിത്ത് എന്നിവർ വരികൾ ഒരുക്കിയ ഗാനങ്ങൾക്ക് ആനന്ദ് മധുസൂദനനാണ് സംഗീതം ഒരുക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.